ഞാൻ പല ചാനലായിട്ട് റിസർച്ച് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ റിസർച്ച് ചെയ്ത സമയത്ത് കണ്ടെത്തിയ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്കത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അല്ല ഞാൻ പറയുന്നത് തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന പലരും പറയുന്ന കാര്യമാണ്, യൂട്യൂബിൽ ഒരുപാട് ഷോർട്സ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ഒരു 1000 സബ്ബൊക്കെ ആയിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലോങ് വീഡിയോ ചെയ്തിട്ട് അതിൽ റീച്ച് ആവാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ പറയുന്ന ആൾക്കാർ ആദ്യമൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നീട് ആ വ്യൂസ് സ്റ്റോപ്പായി. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല, ഇപ്പോൾ തീരെ വ്യൂസ് വരുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കണ്ടിന്യൂസ് തുടർന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. അതായത് നമ്മൾ യൂട്യൂബിൽ പൊതുവേ പുതിയ ആളുകൾ ചെയ്യുന്നത് ഷോർട്സ് ഒരുപാട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഷോർട്സിന് നല്ല വ്യൂസ് വരും. 1000, 1500, 500, 700, 1000, 2000 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കാണുന്ന സമയത്ത് കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യും, സബ്ബും വരും. അപ്പോൾ ഈ സബ്ബിനെ വെച്ചിട്ട് മുന്നോട്ട് പോകാം എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, യൂട്യൂബിലെ ലോങ് വീഡിയോനെ പുഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു അൽഗോരിതം വേറെയും, ഷോർട്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അൽഗോരിതം വേറെയുമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഷോർട്സ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് ഒരു ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ലോങ് വീഡിയോനെ അൽഗോരിതം പുഷ് ചെയ്യാതെ അവിടെ വെക്കും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ട് ഷോർട്സിനെ തന്നെ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഷോർട്സിന് വ്യൂസ് കൂടുകയും ലോങ്ങിന് തീരെ വ്യൂസ് കുറയുകയും ചെയ്യും. ഇതുതന്നെയാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഒരുപാട് ഷോർട്സ് ഇടുന്ന ഒരു ചാനലിൽ നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടിട്ട് അത് കയറി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഷോർട്സ് ഒരുപാട് അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരുപാട് ഷോർട്സിലൂടെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയാൽ പോലും നമ്മുടെ ലോങ് വീഡിയോ കാണില്ല. കാരണം അവർ ആ ഷോർട്ട് ടൈമിലുള്ള ഒരു വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലോങ് വീഡിയോ കാണാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ഷോർട്സ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ലോങ് വീഡിയോ സ്റ്റക്കാവും എന്നും പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ 2 വശങ്ങളുണ്ട്. ആദ്യത്തെ വശം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ വശം പറയുന്നത്, നമ്മൾ ഷോർട്സ് ഇടുന്നു, ആ ഷോർട്സിനെ യൂട്യൂബ് ഒരുപാട് ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ കാണുന്നു എന്നുള്ളത്. ഓക്കെ, ലോങ് വീഡിയോ ഇട്ടാലും ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലാണ് കാണുക. ഇവിടെ നമ്മളെല്ലാവരും റിലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആരുടെ മുകളിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ മുകളിലാണ്. അതായത് യൂട്യൂബ് അൽഗോരിതം നമ്മുടെ ചാനലിലെ വീഡിയോനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അത് ആളുകളിലേക്ക് എത്തിച്ച് കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് സിസ്റ്റം. അതാണ് ഇവിടെ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാർട്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അല്ലെങ്കിൽ മറ്റൊരു വശം ഞാൻ പറയാൻ പോകുന്നത്, ഞാനൊരു വീഡിയോ ഇടുന്നു, ഈ വീഡിയോ ഇട്ടിട്ട് നോട്ടിഫിക്കേഷൻ പോകുന്നു ഒരുപാട് ആളുകൾക്ക്. നോട്ടിഫിക്കേഷൻ അയക്കുക എന്നുള്ളതാണ് യൂട്യൂബ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ തന്നെ ആളുകൾ ചാടി വന്ന് കാണും. കാരണം എന്താ? ഞാൻ പോപ്പുലറായ ഒരു ഇൻഫ്ലുവൻസറാണ്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പം അവിടെ അൽഗോരിതം പുഷ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. അൽഗോരിതത്തിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ റീച്ച്. അതായത് നമ്മളെ കണ്ടാൽ മതി, നമ്മുടെ തല കണ്ടാൽ നമ്മളൊരു ഫേസ് വാല്യൂ ഉണ്ടാവും. ഇത് കണ്ടാൽ തന്നെ ആളുകൾ എന്ത് ചെയ്യും? ചാടി വന്ന് കാണും. അപ്പോൾ കരിക്ക് പോലെയുള്ള സീരീസ്, അതുപോലെ നമ്മുടെ കുഡൂസ് മീഡിയ പോലെയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഫേസ് തന്നെയാണ് അവരുടെ തമ്പനയിൽ, അവരുടെ ടൈറ്റിൽ, അല്ലെങ്കിൽ ഇവരുടെ ഫേസ് തന്നെ. അവരെ കണ്ടു കഴിഞ്ഞാൽ അത് ഷോർട്ട് ആയിക്കോട്ടെ ലോങ് ആയിക്കോട്ടെ ആളുകൾ ചാടി വന്ന് കാണും. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തെറ്റും. എന്താണ്? ഷോർട്സും ലോങ്ങും ഒരേ ചാനലിൽ റണ്ണാവില്ല എന്ന് പറയുന്നത് ഇവിടെ തെറ്റും. അപ്പോൾ അത് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഫേസ് വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി ആണെങ്കിൽ, നമ്മൾ അത്ര ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെങ്കിൽ ഈ തിയറി തെറ്റും. അത് കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യത്തെ തിയറി പറയുന്നത് യൂട്യൂബ് അൽഗോരിതമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ട് വന്ന ഒരാൾക്ക് ഈ പറയുന്ന സ്റ്റാർഡവും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ എപ്പോഴും എതിരാണ് നിൽക്കുക. അവർക്ക് യൂട്യൂബിൻ്റെ അൽഗോരിതം കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ചാനലിന് വ്യൂസ് വരുള്ളൂ. ഇതാണ് ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് യൂട്യൂബ് അൽഗോരിതമായിട്ട് ബന്ധപ്പെട്ട്, മറ്റേത് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ചാനൽ റീച്ച് ആവുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാം?
അല്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനെ ചെയ്തതിനെ കൊണ്ടുള്ള പ്രശ്നം എന്താണ്? ഇതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഞാൻ കണ്ടിടത്തോളം എല്ലാവരും എന്നോട് പറഞ്ഞ കാര്യം, ഇപ്പോൾ ഞാൻ പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആൾക്കാരെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. ആ ചോദ്യങ്ങളിൽ പലരും പറയുന്നത്, എന്തിനാണ് നിങ്ങൾ യൂട്യൂബ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ചോദിച്ചാൽ പറയും എനിക്ക് പൈസ ഉണ്ടാക്കാനാണ്. ഓക്കെ, അങ്ങനെ വരുമാനം ഉണ്ടാക്കാനാണ് ആളുകൾ വരുന്നതെങ്കിൽ അവിടെ വരുമാനത്തിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പം ഷോർട്സിൻ്റെ കേസിൽ ഷോർട്സിൽ നമുക്കൊരു 1 lakh 2 lakh ആയാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം 2025 ഡിസംബറിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഷോർട്സിൻ്റെ റവന്യൂ വളരെ കുറവാണ്. അത് ലോങ്ങിന് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ലോങ്ങിന് നമുക്ക് ഇപ്പം $0.50 മുതൽ $1 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ 1,00,000 വ്യൂസ് വന്നാൽ പോലും നമുക്ക് കിട്ടുന്നത് ഒരു $0.10 അല്ല, $0.1020 അതൊക്കെയാണ് മാക്സിമം കിട്ടുക. അതേ സമയത്ത് നമ്മുടെ ലോങ് വീഡിയോ റീച്ച് ആയാൽ അല്ലെങ്കിൽ 1 lakh വന്നാൽ നമുക്ക് എത്ര ഡോളർ കിട്ടും? $50 മുതൽ $40 മുതൽ $50 $60 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസം റവന്യൂവിൽ ഈ ഷോർട്സും ലോങ്ങും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഷോർട്സ് ചെയ്യാതെ ലോങ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര ഷോർട്സ് വിരോധിയാണ് എന്നൊരു രൂപത്തിൽ. പക്ഷേ ഇത് ഷോർട്സിനോടുള്ള വിരോധമല്ല പ്രശ്നം. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണോ ആ ഗോളിനനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതാണ് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറേ ആൾക്കാർ ചോദിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ക്വസ്റ്റ്യനെയർ ഇടാം. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് എനിക്ക് വാട്സപ്പിൽ അയച്ചെന്നാൽ മതി. എന്നിട്ട് ഞാൻ പറയാം അതിന് എത്രയാണ് ചാർജ് വരുന്നത്, എങ്ങനെയാണ്. കാരണം നമ്മളൊരു 50 പേരെയെങ്കിലും 100-ൽ 50 പേരെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 75 ആൾക്കാരെ ഇനി 25 ആൾക്കാർക്ക് മാത്രമേ അതിൽ അവസരം ഉണ്ടാവുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് ആൾക്കാരുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും മാസമായിട്ടുള്ള ആളുകളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഷോർട്സും ലോങ്ങും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്? ഷോർട്സും ലോങ്ങും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് മാത്രമല്ല, ഇതിനെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങൾ ചെയ്യണം. അത് സ്ട്രാറ്റജിക്കായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നു, ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോങ് വീഡിയോൻ്റെ തന്നെ അല്ലെങ്കിൽ ഈ ലോങ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്യാവുന്ന ഒരു ഷോർട്സ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിനെ റീമിക്സ് ചെയ്യാം. എഡിറ്റിംഗ് ടു ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റീമിക്സ് ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. പിന്നെ റീമിക്സ് ഓപ്ഷൻ ഉണ്ട്. അതിൽ എഡിറ്റിംഗ് ടു ഷോർട്സ് കൊടുത്താൽ നമുക്ക് ആ ഒരു പോർഷൻ റീമിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഷോർട്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഷൂട്ട് ചെയ്ത് മറ്റൊരു വീഡിയോ ഉണ്ടാക്കുക. പക്ഷേ അതിന് കണക്റ്റ് ആവുന്നത് എന്തായിരിക്കണം, ലോങ് വീഡിയോയിലേക്ക് കണക്റ്റ് ആവുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷോർട്സ് കയറുന്ന അത്രയും തന്നെ ലോങ് വീഡിയോയിലേക്ക് ആൾക്കാർ വരും. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോക്ക് 2500 വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്ട്രൈക്ക് കിട്ടിയിട്ട് എൻ്റെ ചാനൽ ഫ്രീസ് ആയ സമയത്തായിരുന്നു. അന്ന് പോലും ഈ റിലേറ്റഡ് വീഡിയോ എന്ന് മാത്രം എനിക്ക് 2500 വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. പ്ലാൻ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതുപോലെ ഒരു 2-3 ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഷോർട്സ് ഇടാം. ഞാൻ കണ്ടെത്തിയ ഒരു വഴിയായിട്ട്, ഇത് എല്ലാവരും അതുപോലെ സ്വീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ് 2-3 ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് ഒരു ഷോർട്സ് ഇടാം, അല്ലെങ്കിൽ 1-2 ഷോർട്സ് മാക്സിമം ഇടാം. അപ്പോൾ അതിങ്ങനെ കയറുമ്പോൾ ഇത് രണ്ടും ബാലൻസ് ആയിട്ട് പോകും. ഇത് ചെയ്യാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരുപാട് ഷോർട്സ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളെ ബ്രെയിനിനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എപ്പോഴും റിവാർഡ്സ് നോക്കും, റിവാർഡ് സിസ്റ്റം നോക്കും. അതായത് ഈ ഷോർട്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1500 വ്യൂസ് വന്നു, അവിടെ നിങ്ങൾക്ക് റിവാർഡ് കിട്ടി, നിങ്ങൾ ഇട്ട എഫേർട്ട് നിങ്ങൾക്ക് റിവാർഡ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പിറ്റേ ദിവസം പറയുന്നത് ഷോർട്സിന് ചെയ്താൽ മതി, ആ ലോങ് ചെയ്തിട്ട് എന്ത് കാര്യം, ലോങ് ആയിട്ട് ആകെ കൂടി 20-30 വ്യൂസ് മാത്രം കിട്ടും. അപ്പം ലോങ് ചെയ്യേണ്ട, നീ ഷോർട്സ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, 1500-2000 വ്യൂസ് കിട്ടും, അപ്പോൾ അത് നീ ചെയ്തോളൂ എന്ന് പറയും. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ നേരെ YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവിടെ ഷോർട്സിൻ്റെ എൻഗേജ്മെൻറ്റ്സ് നോക്കുക. എൻഗേജ്മെൻറ്റ്സിൽ എൻഗേജ്ഡ് വ്യൂസ് ഉണ്ടാവും. എൻഗേജ്ഡ് വ്യൂസിൽ നമുക്ക് 2000 കിട്ടിയ ഷോർട്സിൽ ശരിക്കും
1500 അല്ലെങ്കിൽ 1000 ഒക്കെ ഉണ്ടാവുള്ളൂ. അതാണ് നിങ്ങളുടെ റിയൽ വ്യൂ, അതാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൗണ്ട് ഒക്കെ. അപ്പം അതിന് മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്വൈപ്പിടൊക്കെ ആയി പോയ നമ്പേഴ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ ആ നമ്പർ കൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടുകയാണ്. ഇപ്പം ആക്ച്വലി നമ്മൾ യൂട്യൂബ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതല്ല, അത് മറ്റൊരു പർപ്പസിന് വേണ്ടി ആക്കിയത്. ഇപ്പം ബ്രാൻഡ് ഡീൽസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഇത്രയും ആളുകൾ കണ്ടു, സ്വൈപ്പ് ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടി ഉണ്ടാക്കിയാണെങ്കിൽ അതിൽ പെട്ടു പോകുന്നത് ക്രിയേറ്റേഴ്സായ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻഗേജ്ഡ് വ്യൂസാണ് ഇതിൽ ഷോർട്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് റവന്യൂ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഈ നമ്പറിൽ പറ്റിക്കപ്പെടരുത്. നമ്പർ പറയുന്നത് 2500 3000 നമ്പർ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ യഥാർത്ഥ വ്യൂസ് സെറ്റിങ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അനലറ്റിക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ പറയാത്ത മറ്റൊരു കാര്യം, എന്തുകൊണ്ട് സ്റ്റക്കാവുന്നു, നമ്മൾ വീഡിയോസ് സ്റ്റക്കായി പോകുന്നു, ആദ്യം റീച്ച് ഉണ്ടായത് നിൽക്കുന്നു, എന്തുകൊണ്ടാണ്? ഏത് ചാനലിൻ്റെയും ആദ്യഘട്ടത്തിൽ യൂട്യൂബ് എന്ത് ചെയ്യും, അവരുടെ ചാനലിൻ്റെ വീഡിയോസ് ഷോർട്സ് ആണെങ്കിൽ നല്ലപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കും, ആളുകൾ കാണും, സ്വൈപ്ഡ് ആയിട്ടുള്ള വ്യൂസൊക്കെ ആയിരിക്കും കാണിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കുക എന്താണ്, അതൊക്കെ റിയൽ ആയിട്ടുള്ള വ്യൂസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഈ യൂട്യൂബ് ഇത്രയും ആളുകളേക്ക് അയച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബ് എന്ത് ചെയ്യും, റെസ്പോൺസ് സിഗ്നൽസ് കളക്ട് ചെയ്യും. എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ലൈക്ക് അടിക്കുന്നുണ്ടോ, കമൻ്റ് അടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ഇത് വെച്ചിട്ട് യൂട്യൂബ് തീരുമാനിക്കും ഈ ചാനൽ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻസ് കൊടുക്കുന്നതാണോ അല്ലയോ എന്ന് യൂട്യൂബിന് മനസ്സിലാവും. അങ്ങനെ വാല്യൂ കുറഞ്ഞ് നിങ്ങളുടെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ യൂട്യൂബ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ 100 50 ഒതുക്കും. അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പം നിങ്ങൾ ഷോർട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിൽ ഷോർട്സിലെ ട്രെൻഡിങ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ് കൂടുതൽ പോവുക. അപ്പം നിങ്ങൾ ഈ കോമഡി സ്കിറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അതായത് ആദ്യത്തെ 3 സെക്കൻഡ്, ഷോർട്സിൻ്റെ ആദ്യത്തെ 3 സെക്കൻഡ് നമ്മൾ ഹൂക്ക് എന്ന് പറയുന്ന സംഭവമാണ്. ഹൂക്ക് എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ സംഭവമുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ ഹൂക്കായിട്ട് വരും. പിന്നെ 2-3 പറഞ്ഞ ഹൂക്കുകൾ വെച്ചിട്ട് ആളുകൾ കണ്ടുതരും. അതുപോലെയുള്ള ഹൂക്കുകൾ നിങ്ങൾ പറയാമെന്നുള്ളതാണ്. പിന്നെ വരുന്നത് അതിൻ്റെ കുറച്ച് കോണ്ടൻറ്റിൻ്റെ ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യണം, അവിടെ അടുത്ത ഹൂക്ക് ഇടണം, അങ്ങനെ ഒരു 50 സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ട്. അപ്പം പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്, അതൊക്കെ പഠിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ വീഡിയോസ്, അതായത് ലോങ് വീഡിയോസിന് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അതിലെ കണ്ടൻറ്റുകൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ച് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവർക്കും 50,000 75,000 1,00,000ഒക്കെയാണ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പലർക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഷോർട്സിൻ്റെ കേസിലും ഈ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ഇമോഷൻ മാപ്പിംഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത് ക്ലാസ് എടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടോ, എല്ലാവരും നിർബന്ധിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ പെയ്ഡായിട്ട് ഉള്ള ക്ലാസ്സാണ്. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം. ഇനി അതല്ല, നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതാണ്. നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.